കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ലിബിയയിൽ ഒരു എയർപോർട്ടിൽ നടന്നൊരു സംഭവമുണ്ട്. എന്താ അറിയോ? ഒരാളെ കൂട്ടാതെ എന്തായിരുന്നു, പൈലറ്റ് വിമാനം എടുത്തു പോകുന്നു, ടേക്ക് ഓഫ് ചെയ്ത് പോകുന്നു. കുറച്ച് സമയത്തിനകം ആ വിമാനം കംപ്ലൈന്റ് ആയിട്ട് അതേ എയർപോർട്ടിൽ തിരിച്ചിറക്കുന്നു. എന്നാൽ ആ സമയത്തും ആ വ്യക്തിയെ കൂട്ടാതെ പൈലറ്റ് എന്ത് ചെയ്യുന്നു, ടേക്ക് ഓഫ് ചെയ്ത് പോകുന്നു. കുറഞ്ഞ സമയത്തിന് ശേഷം എഗെയിൻ ആ വിമാനം കംപ്ലൈന്റ് ആയിട്ട് തിരിച്ച് അതേ എയർപോർട്ടിൽ ഇറക്കിയിട്ട് പൈലറ്റ് പറയുന്ന ഒരു സംഭവമുണ്ട്, ഇനി ഞാൻ ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എന്റെ കൂടെ ആ വ്യക്തി കൂടി വേണം എന്നുള്ളത്. സംഭവം നടക്കുന്നത് ലിബിയനിലെ ഒരു എയർപോർട്ടിലാണ്. ആമിർ എന്ന് പറയുന്ന വ്യക്തി ഹജ്ജിന് വേണ്ടിയിട്ട് പുറപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തിന്റെ വെരിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ കുറച്ച് ഡിലേ ആവുന്നത് കാരണം പൈലറ്റ് എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തെ കൂട്ടാതെ വിമാനം എടുത്ത് പോവാണ്. എന്നാൽ കുറഞ്ഞ സമയത്തിനകം ആ വിമാനം കംപ്ലൈന്റ് ആയിട്ട് അവിടെ തിരിച്ചിറക്കുന്നു. ആമിറിനെ കൂട്ടാൻ വിസമ്മതിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, പൈലറ്റ് അഗെയിൻ അവിടുന്ന് വിമാനം എടുത്തു പോകുന്നു, കംപ്ലൈന്റ് ആവുന്നു, തിരിച്ചിറങ്ങുന്നു. ആ സമയത്താണ് പൈലറ്റ് പറയുന്നത്, ഇനി ഞാൻ ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എന്റെ കൂടെ ആമിർ വേണം എന്നുള്ളത്. ആമിറിനെ കൂടെ തന്നെ കൂട്ടിയിട്ട് അവർ പോകുന്നു. തിരിച്ച് ബുദ്ധിമുട്ടൊന്നും കൂടാതെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നുണ്ട്. അവിടുന്ന് ആമിറിന്റെ കൂടെ പൈലറ്റ് എല്ലാവരും ചേർന്ന് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ് നിങ്ങളിപ്പോ കാണുന്നത്. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, അവർ ആ യാത്ര പൂർത്തീകരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠം ആമിർ മാറ്റി വെക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാല് 2 തവണ തന്നെ കൂട്ടാതെ ടേക്ക് ഓഫ് ചെയ്ത് പോയ സമയത്തും അവിടുത്തെ അധികാരികൾ പറയുന്നുണ്ട്, സാരമില്ല, വിഷമിക്കണ്ട, നെക്സ്റ്റ് ടൈം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പോകാമെന്ന് പറയുന്ന സമയത്ത് ആമിർ പറയുന്നുണ്ട്, എന്റെ തീരുമാനം ഉറച്ചതാണ്, ഞാനൊരു ഇന്റൻഷനോട് കൂടിയിട്ടാണ് പോകുന്നത്, എന്റെ റബ്ബ് എനിക്കത് വിധിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ തീർച്ചയായിട്ടും അവിടെ എത്തുക തന്നെ ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഈ ഉറച്ച വിശ്വാസത്തോടു കൂടി നിൽക്കുന്ന സമയത്താണ് 2 തവണ ഫ്ലൈറ്റ് കംപ്ലൈന്റ് ആയിട്ട് തിരിച്ച് ലാൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഇത്ര മാത്രമാണ്. നമ്മളെ ലൈഫിലെ ലക്ഷ്യങ്ങൾ, നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ളത് എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ്. ഏതായാലും സോഷ്യൽ മീഡിയ കംപ്ലീറ്റ്ലി ഇപ്പൊ ചർച്ച ചെയ്യുന്നത് ആമിറിനെ കുറിച്ചിട്ടാണ്, ആമിറിന്റെ മെന്റൽ സ്ട്രെങ്തിനെ കുറിച്ചിട്ടാണ്, ആമിറിന്റെ ഇന്റൻഷൻ സ്ട്രെങ്തിനെ കുറിച്ചിട്ടാണ്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളായിരുന്നു ആമിറിന്റെ സ്ഥാനത്ത് നിന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? കമന്റ് ഇറ്റ് ആൻഡ് ഫോളോ ഫോർ മോർ സച്ച് കണ്ടന്റ്സ്.